ഈ പുതുവർഷത്തിൽ എക്സ്ക്ലൂസീവായി കൊമേഴ്സ് മേഖലയിൽ ഓപ്പൺ ആയിട്ടുള്ള അതും പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സിൽ വന്നിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഫസ്റ്റ് വൺ, ദ അഗ്രികൾച്ചർ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റിയിൽ വന്നിട്ടുള്ള അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഇൻ ഫിനാൻസ്. PG ഡിഗ്രി ഇൻ ഫിനാൻസ് അല്ലെങ്കിൽ FM-ൽ PG ഉള്ള ആർക്കും അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ MBA ഇൻ ഫിനാൻസ് അല്ലെങ്കിൽ CA ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ആണ്. 35 ഇയേഴ്സ് ആണ് ഇതിന്റെ ഏജ് ലിമിറ്റ് പറയുന്നത്. ഒറ്റ വേക്കൻസി ഉള്ളൂ. ന്യൂഡൽഹിയിലായിരിക്കും പോസ്റ്റിംഗ് വരുന്നത്. പെർമനന്റ് ജോലി ആയതുകൊണ്ട് തന്നെ 5 വർഷത്തെ എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട്. 13 lakhs per annum ആണ് അതിന്റെ റെമ്യൂണറേഷൻ പറയുന്നത്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 20th ജനുവരി ആണ്. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. apeda.gov.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. ആൻഡ് സെക്കൻഡ് വൺ, ഡെപ്യൂട്ടി മാനേജർ ഇൻ ഗാർഡൻ റീച്ച് ഷിപ്ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ്. CA അല്ലെങ്കിൽ CMA ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. എഗെയിൻ ഏജ് ലിമിറ്റ് 35 ഇയേഴ്സ് തന്നെയാണ്. കൊൽക്കത്തയിലോട്ട് ഒറ്റ പോസ്റ്റാണ് കാണിച്ചിരിക്കുന്നത്. പെർമനന്റ് ജോലിയാണ്. അതുകൊണ്ട് തന്നെ 5 വർഷത്തെ എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട്. 16 ലക്ഷം രൂപയാണ് പെർ ആനം റെമ്യൂണറേഷൻ പറയുന്നത്. മോഡ് ഓഫ് ആപ്ലിക്കേഷൻ ഓൺലൈൻ ആണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഹാർഡ് കോപ്പി നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഗ്യാപ്പും കൂടെ നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 16th ജനുവരി ആണ്. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് grse.in. തേർഡ് വൺ, രാമഗുണ്ടം ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിൽ അസിസ്റ്റന്റ് മാനേജർ ഇൻ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ആണ്. CA, CMA, MBA ഫിനാൻസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇതിന് അപ്ലൈ ചെയ്യാം. ഏറ്റവും നല്ല കാര്യം 40 വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് വെച്ചിരിക്കുന്നത്. ബട്ട് SC കാറ്റഗറിക്കുള്ള റിസർവേഷൻ പോസ്റ്റ് ആണിത്. ഒറ്റ വേക്കൻസി ഉള്ളൂ. തെലങ്കാനയിലേക്കായിരിക്കും പോസ്റ്റിംഗ് വരുന്നത്. 4 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. പെർമനന്റ് പൊസിഷൻ ആണ്. 17.40 ആണ് റെമ്യൂണറേഷൻ പെർ ആനം പറയുന്നത്. ആൻഡ് മോഡ് ഓഫ് ആപ്ലിക്കേഷൻ ഓൺലൈൻ ആണ്. ഇവിടെയും നമ്മൾ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്ത് കൊടുക്കാനുണ്ട് ഹാർഡ് കോപ്പി. അപ്പൊ നമുക്ക് ആ ഒരു ഡ്യൂറേഷൻ കൂടെ നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 22nd ജനുവരി ആണ്. rfcl.co.in എന്ന വെബ്സൈറ്റിൽ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നെക്സ്റ്റ് വൺ, നാഷണൽ ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ വന്നിട്ടുള്ള മാനേജർ ഇൻ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് പോസ്റ്റ് ആണ്. CA, CMA, MBA ഫിനാൻസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. 42 വയസ്സാണ് അവർ ഏജ് ലിമിറ്റ് പറയുന്നത്. നോയിഡയിലോട്ട് ഒറ്റ വേക്കൻസി ആണ്. 10 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. പെർമനന്റ് പോസ്റ്റ് ആണ്. ബേസിക് പേ 1,30,080 ആണ്. അതിന്റെ കൂടെ നിങ്ങൾക്ക് ഇതുപോലുള്ള അലവൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. 10th ജനുവരി ആണ് ഓൺലൈൻ ആപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ്. nhdc.org.in എന്ന വെബ്സൈറ്റിൽ കൂടുതൽ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് വൺ, ഇൻഡസ്ട്രിയൽ ട്രെയിനി ഇൻ കോൾ ഇന്ത്യ ലിമിറ്റഡ്. CA, CMA ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. 28 വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. 125 വേക്കൻസി ഉണ്ട് കേട്ടോ. അത്രയും വേക്കൻസികൾ ഉണ്ട്. ഓൾ ഇന്ത്യ പോസ്റ്റിംഗ് ആയിരിക്കും. ബട്ട് ഇതൊരു കോൺട്രാക്ച്വൽ ജോലി ആയതുകൊണ്ട് തന്നെ അവർ എക്സ്പീരിയൻസ് ഒന്നും ചോദിക്കുന്നില്ല. സ്റ്റാർട്ടിങ് ഫ്രഷേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. നല്ലൊരു കമ്പനിയാണ് കോൾ ഇന്ത്യ ലിമിറ്റഡ്. 22,000 പെർ മന്ത് ആണ് സ്റ്റൈഫൻഡ് എമൗണ്ട് പറയുന്നത്. 15ാം തീയതി വരെയാണ് നമുക്ക് ലാസ്റ്റ് ഡേറ്റ് ഉള്ളത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ്. callindia.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് വൺ, ഓർഡിനൻസ് ഫാക്ടറിയിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ആണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് 12ൽ 60% മാർക്ക് കിട്ടുകയും വേണം. അതോടൊപ്പം തന്നെ CA, CMA ഇന്റർ പാസ്സായ ആളുകൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. 40 വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. ഭുസാവാളിലേക്ക് ഒറ്റ പോസ്റ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. കോൺട്രാക്ച്വൽ ജോബാണ്. 1 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. 45,000 രൂപയാണ് റെമ്യൂണറേഷൻ പറയുന്നത്. ഓഫ്ലൈൻ ആപ്ലിക്കേഷൻ ആണ്, ഓൺലൈൻ അല്ല. ശ്രദ്ധിക്കുക, 16ാം തീയതി ജനുവരി ആണ് ലാസ്റ്റ് ഡേറ്റ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആപ്ലിക്കേഷൻ അവിടെ എത്തണം. ആൻഡ് ddpdoo.gov.in എന്ന വെബ്സൈറ്റിന്റെ കരിയർ സെക്ഷനിൽ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഈ വീഡിയോസ് ഇതിന്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതും മിസ്സാക്കാതെ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. ഒപ്പം തന്നെ കൊമേഴ്സ് മേഖലയിൽ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ അയച്ചു കൊടുക്കുക. ആൻഡ് വെയിറ്റ് ഫോർ ദ സെക്കൻഡ് പാർട്ട്.